ഹലോ ഫ്രണ്ട്സ്, റീസെൻ്റായിട്ട് നടന്ന PSC കമ്മീഷൻ മീറ്റിംഗിൽ PWD ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സിൻ്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാനായിട്ട് തീരുമാനമായിട്ടുണ്ട്. അപ്പം റീസെൻ്റായിട്ട് എക്സാം നടന്ന പോളി ലെക്ചർ, ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ്, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സ്, അതുപോലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ തുടങ്ങിയ എക്സാമുകൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കാത്തവർക്കും, അതുപോലെ ഇപ്പോൾ കോഴ്സൊക്കെ ഇലക്ട്രോണിക്സിൻ്റെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ടെക്നിക്കൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കിട്ടാവുന്ന ഒരു മികച്ച അവസരം തന്നെയാണ് ഈ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെത്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഈ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സിൻ്റെ നോട്ടിഫിക്കേഷൻ മെയ് 1 ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ PSC പ്രൊഫൈലിൽ ലഭ്യമാകുന്നതാണ്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. നമുക്കിപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് ഈ എക്സാമിൻ്റെ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ ലാസ്റ്റ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. 2013 ലാസ്റ്റ് ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നത്. അന്ന് സ്കെയിൽ ഓഫ് പേ ആയിട്ട് പറഞ്ഞിരുന്നത് 20,740 രൂപ മുതൽ 36,100 രൂപ വരെയാണ്. അതിപ്പോൾ റിവൈസ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് വരുന്നത് 19 മുതൽ 40 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്കാണ് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഏജ് റിലാക്സേഷൻ ലഭിക്കുന്ന OBC SC ST കാൻഡിഡേറ്റ്സിന് ഇതിൽ നിന്ന് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ ടോട്ടൽ അഡ്വൈസ് നടന്നിരിക്കുന്നത് 9 അഡ്വൈസ് ആണ് ടോട്ടൽ നടന്നിരിക്കുന്നത്. അതുപോലെ ആ റാങ്ക് ലിസ്റ്റ് 2018 നിലവിൽ വന്നു. ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് നിലവിലില്ല. നമുക്ക് ഇനി PWD ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സിന്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ നോക്കാം. ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതായത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ BTech പൂർത്തിയാക്കിയവർക്ക് ഈ പോസ്റ്റോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ റേഡിയോ എഞ്ചിനീയറിംഗ്, ടെലികമ്മ്യൂണിക്കേഷനിൽ ഡിഗ്രി ഉള്ളവർക്കും, അതുപോലെ ഇലക്ട്രോണിക്സിൽ ഡിഗ്രി ഓർ ഡിപ്ലോമ, ഇലക്ട്രോണിക്സിൽ നിങ്ങൾക്ക് ഡിപ്ലോമയോ അല്ലെങ്കിൽ ഡിഗ്രിയോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ പോസ്റ്റോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ വയർലെസ് സ്പെഷ്യൽ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ച MSc ഫിസിക്സ്, അപ്ലൈഡ് ഫിസിക്സ് ആർക്കും അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് പറയുന്ന ഈ തസ്തിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ 2013 ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അന്ന് കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിരുന്നത്, ഈ എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിരുന്നത് 38.67 മാർക്കായിരുന്നു. 55.33 മാർക്കായിരുന്നു ടോപ്പ് മാർക്കായിട്ട് റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്ക് കിട്ടിയിരുന്നത്. ഇതൊരു ഇൻ്റർവ്യൂ ഉള്ളൊരു പോസ്റ്റാണ്. അതുപോലെ 60 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കോമ്പറ്റീഷൻ തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സിൻ്റെത്. നമുക്കിനി ജസ്റ്റ് സിലബസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തിയറി, അതുപോലെ ഇലക്ട്രിക്കൽ മെഷീൻസ്, പവർ സിസ്റ്റംസ്, കൺട്രോൾ സിസ്റ്റംസ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മെഷർമെൻറ്റ്സ്, അനലോഗ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, ഡിജിറ്റൽ സർക്യൂട്ട്സ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്. അപ്പം ഈ പറഞ്ഞ ടോപ്പിക്സുകളെല്ലാം തന്നെ നിങ്ങൾ റീസെൻ്റായിട്ട് നടന്ന പല എക്സാമിനും പഠിച്ച ഉദ്യോഗാർത്ഥികളായിരിക്കും. സോ ഈ അവസരം നിങ്ങൾ പാഴാക്കരുത്. അപ്പോൾ ANS അക്കാദമിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ബാച്ച് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫ്രീ വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രീ വെബിനാറിൽ നമ്മുടെ ഈ ഇലക്ട്രോണിക്സിൻ്റെ സിലബസ് വ്യക്തമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ പോസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവിടെ ഫാക്കൽറ്റിയോട് ക്ലിയർ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് നമ്മൾ ഇലക്ട്രോണിക്സ് ബേസ് ചെയ്തിട്ടുള്ള എക്സാമുകളായ പോളി ലെക്ചർ, അസിസ്റ്റന്റ് പ്രൊഫസർ, ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ്, അതുപോലെ പോലീസ് കോൺസ്റ്റബിൾ, ടെലികമ്മ്യൂണിക്കേഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് കോഴ്സുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. കേരള വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് ഫസ്റ്റ് റാങ്ക് ലഭിച്ച മുഹമ്മദ് ഷഹീം, അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ട് ജൂനിയർ മാനേജറിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഷൈജു K നായർക്ക് ഫസ്റ്റ് റാങ്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അസിസ്റ്റന്റ് സയന്റിസ്റ്റ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് നടന്ന അസിസ്റ്റന്റ് സയന്റിസ്റ്റ് എക്സാമിന് ഫസ്റ്റ് റാങ്ക് ലഭിച്ച ധന്യ TP. അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞ പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ വേണ്ടി നമ്മൾ കോഴ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ 3rd റാങ്ക് നമുക്കായിരുന്നു ലഭിച്ചിരുന്നത് ഹരികൃഷ്ണൻ K. അതുപോലെ LSTD അസിസ്റ്റന്റ് എഞ്ചിനീയറിൽ 3rd റാങ്ക് ലഭിച്ച മുഹമ്മദ് സാദിഖ്. അങ്ങനെ പോകുന്നു നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലൊരു റാങ്ക് ഹോൾഡറായിട്ട് ആവാൻ തീർച്ചയായും സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടത് ചിട്ടയായ ഉള്ളൊരു പ്രിപ്പറേഷൻ തന്നെയാണ്, സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ചിട്ടയായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ തന്നെയാണ്. കാര്യം ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ പ്രിപ്പറേഷൻ ലാഗ് വരുത്തരുത്. അപ്പോൾ ഈ തസ്തികയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡൗട്ട്സുകൾക്കും നിങ്ങൾക്ക് ആ വെബിനാറിൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വെബിനാറിൽ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുക്കാം. ജസ്റ്റ് ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അപ്പോൾ ANS അക്കാദമിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്നതിലൂടെ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ തസ്തികയായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.